9.7 മുതൽ 14.5 കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായിരുന്നു അത്. എവറസ്റ്റ് പർവ്വതത്തോളം വലിപ്പമുണ്ടായിരുന്ന ആ ചിഹ്നഗ്രഹം സെക്കൻഡിൽ 25 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ഭൂമിയിൽ ഇത് പതിച്ചതിന് പിന്നാലെ അതിശക്തമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കോടിക്കണക്കിന് ആറ്റം ബോംബുകൾ പൊട്ടിത്തെറിച്ചതിന് സമാനമായ സ്ഫോടനമാണ് അന്ന് ഭൂമിയിലുണ്ടായത്. ആ പൊട്ടിത്തെറിയിൽ തന്നെ അതിവേഗമുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിലുണ്ടായി. സുനാമികൾ രൂപപ്പെടും. സമുദ്രത്തിലുടനീളം അത് അലയടിച്ചു. തീരപ്രദേശങ്ങൾ കടൽ മൂടി. ജലവും ശിലകളും അതിശക്തമായ ചൂടിൽ ബാഷ്പീകരിക്കപ്പെട്ടു. അതിശക്തമായ സ്ഫോടനത്തിൽ രൂപപ്പെട്ട പൊടിപടലങ്ങളും സൾഫർ സമ്പന്നമായ എയറോസോളുകളും വലിയ അളവിൽ അന്തരീക്ഷത്തിൽ കലർന്നു. ഭൂമി ഒന്നാകെ അവ വ്യാപിച്ചു. അത് സൂര്യപ്രകാശത്തെ തടഞ്ഞു. ഉൽക്കാപതനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനം മാത്രമായിരുന്നില്ല പ്രകാശത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് വലിയ അളവിൽ താപനില താഴുന്നതിന്